ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു എണ്ണപ്പത്തിരി എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി നമുക്ക് ഇതിനാവശ്യമായ മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനായി നമുക്ക് ഒരു 1.5 കപ്പ് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനായി നമുക്ക് ചൂടുവെള്ളം തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കുറേശ്ശെ ഇട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് പത്തിരിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു 5-6 ചെറുള്ളി. അടുത്തത് ഒരു 6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, നമുക്കിത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് നമുക്കൊരു കൗണ്ടർ ടേബിളിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് പരത്തിയെടുക്കുന്നതിന് ആവശ്യമായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അടുത്തായി നമുക്കിതൊരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം.
നമ്മളിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എണ്ണപ്പത്തിരി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.